അജ്മൽ, നീ എന്നെ ചതിച്ചു, ഞാൻ മരിക്കുകയാണ്, എൻ്റെ മരണത്തിന് ഉത്തരവാദി അജ്മൽ ഖാനാണ്. അതിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചേക്കുന്നത് നീ ചെയ്യാവുന്ന കാര്യം ചെയ്ത് നോക്കിയോ? അപ്പോഴും മോള് തിരിച്ച് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അത് 7:50 ലാസ്റ്റ് വന്ന മെസ്സേജാണ്. സാർ എടുത്തപ്പോൾ സാർ എന്നിട്ട് പറഞ്ഞ് 99% പ്രതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വന്നത്, ഇപ്പം 100%. അത് എൻ്റെ അച്ഛനെ ഒന്നും എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ എൻ്റെ മോള് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലീൻ്റെ ഉമ്മ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നമസ്കാരം. ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് കൊല്ലം കടക്കലിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് ജീവനൊടുക്കിയ നിലയിലാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. പുതുശ്ശേരി, അതായത് കൊല്ലം കടക്കൽ പുതുശ്ശേരി സ്വദേശിയാണ് ഈ 9ാം ക്ലാസ്സുകാരി. ഈ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മരണത്തിന് ചില ഉത്തരവാദികളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ജൂൺ 18-നാണ് ഈ പെൺകുട്ടി വീടിനുള്ളിൽ മരിച്ച നിലയിൽ ഈ പെൺകുട്ടിയെ കാണപ്പെടുന്നത്. എന്തായാലും ചിതറ പോലീസിൽ പരാതി നൽകിയിരുന്നു. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് പോലീസ് വീട്ടിൽ നിന്ന് കുട്ടിയുടെ നോട്ട്ബുക്കുകളും മൊബൈൽ ഫോണും മറ്റുമെല്ലാം തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതുകൂടാതെ ഈ പെൺകുട്ടി ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്നും ഈ പിതാവ് പറയുന്നുണ്ട്. എന്തായാലും നിരവധി ആരോപണങ്ങളാണ് ഈ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ അച്ഛൻ ഉയർത്തുന്നത്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ചേട്ടാ, ഈ സംഭവം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഈ മകൾ എങ്ങനെയാണ് മരിക്കുന്നത്? ജൂൺ 18-ാം തീയതി 8:30 മണിക്ക് ശേഷമാണ് മകൾ മരണപ്പെട്ടിരിക്കുന്നത്. ഞാനാണ് ഫസ്റ്റിൽ കാണുന്നത്. ഡോറിൻ്റെ സൈഡിൽ കൂടെ തെന്നി നോക്കിയാണ് കണ്ടത്. ഡോറിൻ്റെ കുറ്റി ഇട്ടിരുന്നുണ്ട്. അത് കഴിഞ്ഞ് വേറെ ഞാൻ ചവിട്ടിയിരുന്ന ഡോർ തുറന്നില്ല. പുറത്തുനിന്ന് ആൾ വന്നാണ് ചവിട്ടി തുറന്നത്. എന്നിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴും 1/2 മണിക്കൂറായി മരണപ്പെട്ടിട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വാഭാവിക മരണമെന്ന് ചോദിച്ചു. മോളെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. അമ്മ ഞാൻ തൂങ്ങി മരണമായിരുന്നു. ജനലിൻ്റെ കമ്പിയിൽ തോർത്തിലാണ് ഇതാക്കിയത്. അപ്പോൾ അതിൽ ലെറ്റർ ഉണ്ടായിരുന്നു. അമ്മ എനിക്ക് മരിക്കാൻ പേടിയില്ലമ്മ, ഇങ്ങനെ ഇളയൊരു മോനുണ്ട്, അപ്പു എന്നാണ് വീട്ടിൽ വിളിക്കണം, അപ്പുവിന് അമ്മ നല്ലോണം നോക്കണം, ഞാൻ പോവേണമേ എന്ന്. ഇത്രയേ ഉള്ളായിരുന്നു. രണ്ടാമത് ഒരു അഭിനന്ദ് ഐ ലവ് യു, ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. ലെറ്ററിൽ എഴുതിയിരുന്നതാണ്. വേറൊരു പേപ്പറിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവളെങ്ങനെ ഇതെന്തിനു ചെയ്തു എന്നുള്ളത് നമുക്ക്. മോളൊന്ന് എത്രയിലായിരുന്നു പഠിക്കും? മോൾ 9ാം ക്ലാസ്സിൽ വീട്ടിലൊന്നും അങ്ങനെയൊന്നും ഒരു പ്രശ്നക്കാരിയല്ല. പഠിക്കാനും ട്യൂഷനും സ്കൂളിലും എല്ലാം നല്ല ഇതാണ്. പിന്നെ അവളങ്ങനെ ഒന്നിനും ചോദ്യം ചെയ്യേണ്ട ഒരു സ്വഭാവവിദ്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ അന്ന് ഇങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചിത്ര പോലീസ് വന്ന് ചിത്ര പോലീസ് വന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇനി സൗകര്യയുടെ മോനുണ്ട്. അപ്പോൾ അവനാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. അപ്പോഴ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്താ കണ്ടത്? ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റിൽ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് മെസ്സേജ് ഇട്ടിരുന്നപ്പോൾ ആൾ കൂടെ പഠിച്ച അപ്പുറത്തുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾ ഇൻസ്റ്റാഗ്രാം കൊണ്ടതായിട്ട് നമുക്ക് അറിഞ്ഞൂടാ. അതിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചേക്കുന്നത് നീ ചെയ്യാവുന്ന കാര്യം ചെയ്ത് നോക്കിയോ? അപ്പോഴും മോള് തിരിച്ച് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അത് 7:50 ലാസ്റ്റ് വന്ന മെസ്സേജാണ്. പിന്നെ അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മെസ്സേജും ഫുള്ളെടുത്തത് സൈബർ സെൽ വഴിയാണ് അവരെടുത്തത്. മൊബൈലിൽ കൊണ്ടുപോയി. അജ്മൽ വളവ് വെച്ച പോലീസ് സ്റ്റേഷനിൽ 500 മീറ്റർ അകലെയുള്ള പയ്യനാണ്. അത് ഒരു പട്ടുമാൽ എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. അതിൽ മോൾ വരെയും പോയൊക്കെ ചെയ്യും. ആ പട്ടുമാൽ ബസ്സിൽ ഡെയിലി 5-8 പേര് വെറുതെ ഇതേപോലെ പയ്യന്മാർ കാണും. ഇതിനു വേണ്ടി മാത്രം വരുന്ന പിള്ളേരുണ്ട്. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെങ്ങനെ ശല്യം ചെയ്യാൻ വേണ്ടി. പട്ടുമാൽ ബസ് അതിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അടുത്തുള്ള ആ കുട്ടി, അപ്പോൾ മോൾ മരിക്കുന്ന 18-ാം തീയതിയാണ്. 16-ാം തീയതി ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച മോനെ ഉള്ളായിരുന്നു വീട്ടിൽ. 5 മണി സമയത്ത് അമ്മ താഴെ എന്തോ പോയിരുന്നപ്പോഴത്തേക്ക് ഇവൾ കഴുത്തിൽ ഷോളിട്ട് മുറുക്കി. എന്നിട്ട് അമ്മക്കതൊന്നും അറിയില്ല. അപ്പോൾ പിറ്റേന്ന് തിങ്കളാഴ്ച പെരുന്നാൾ, ചൊവ്വാഴ്ച ആയിരുന്നു സ്കൂളിൽ പോയപ്പോഴത്തേക്ക് 100 മീറ്റർ അപ്പുറത്താണ് മറ്റേ കൊച്ചു സ്കൂളിൽ വണ്ടി കയറുന്നത്. ബസ്സിൽ അലീന സ്കൂളിൽ കയറുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഇവൾ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിരിക്കണം, ഞാൻ കഴുത്തിൽ ഷോൾ ഇട്ടടി, എനിക്ക് നൊന്തുകൊണ്ട് ഞാൻ അഴിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു.
അപ്പോൾ അത് സ്കൂളിൽ ചെന്ന് ഇങ്ങനെ പിള്ളേർ തമ്മിൽ 1-2 പേരൊക്കെ സംസാരിച്ചത് ഇതൊന്നും ഞങ്ങളറിഞ്ഞില്ല. എന്നിട്ട് ഈ അലീന എന്ന് പറഞ്ഞ കൊച്ച് അതിൻ്റെ ഉമ്മയുടെ അടുത്തും അതിൻ്റെ ചേട്ടത്തിൽ LLBക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഇവർ 2 പേരുടെ അടുത്തും പറഞ്ഞു. എന്നിട്ട് ഇവർ 1 മിനിറ്റ് ഇവരുടെ ഈ അലീന എന്ന് പറഞ്ഞ കുട്ടി വീട്ടിൽ വരാൻ താമസിച്ചാൽ 5 പ്രാവശ്യം വീട്ടിൽ വിളിക്കും, കോൾ വിളിക്കും. എന്നിട്ട് ഇവരെല്ലാം അറിഞ്ഞിട്ടും ഇവരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ ഇവർ നോട്ടിൻ്റെ കാര്യമൊക്കെ മൊബൈലിലായിരുന്നു ഉപയോഗിക്കുന്നത്. അമ്മയുടെ ശാലി എന്നാണ് പേര്, അമ്മയുടെ മൊബൈൽ തന്നെ, അല്ലാതെ അവൾ ഒളിച്ചു കൊണ്ടുവച്ച് മൊബൈലിൽ കളിക്കലൊന്നുമില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ലാസ്റ്റിൽ കണ്ട മെസ്സേജ് എന്ന് പറയുമ്പോൾ അലീനതാണ്. അലീനയാണ് നീ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്ത് നോക്കിയോ. അപ്പോഴും മോൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. 8 മണിക്കോ 7:50 കൊണ്ടാണ് ഈ കൊച്ചി ഇൻസ്റ്റാഗ്രാം ലാസ്റ്റ് മെസ്സേജ് ഇട്ടേക്കണത്. അത് കഴിഞ്ഞ് അവളപ്പോഴേ റൂമിൽ കയറി ചെയ്തു. എന്നിട്ട് കുറേ ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ അവരുടെ വീട്ടിലൊന്ന് പോയി, ഈ അലീനയുടെ വീട്ടിൽ. അലീനയുടെ വീട് മരണശേഷമാണ്. അതായത് നമുക്ക് ഹിന്ദുക്കൾക്ക് ഈ 16 ഒരു ചടങ്ങ്, ഒരു 20 ദിവസം 22 ദിവസമായപ്പോൾ ഞാൻ ഇതേപോലെ അവിടെ പോയി. അപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോയായിരുന്നു, ഉമ്മയും ചേട്ടത്തിയും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 100-150 മീറ്റർ ദൂരേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചോദിച്ച് ഇതേപോലെ മോൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞ്. അപ്പോഴാണ് അവരാണ് പറഞ്ഞത് ഇങ്ങനെ കഴുത്തി ഷോളിട്ട് മുന്നേ അവളെ ചേട്ടത്തിൻ്റെ പറഞ്ഞു. ചേട്ടത്തി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ വിളിച്ചില്ലല്ലോ, നിങ്ങൾക്ക് വിളിക്കാറുണ്ട്, നിങ്ങൾ ആവശ്യത്തിലധികം നിങ്ങൾ വിളിക്കും ഒരു ദിവസം. ആ കൊച്ചിൻ്റെ ഉമ്മയും വിളിക്കും, ഈ കുട്ടി വന്നാലും വിളിക്കും. എന്നുവെച്ചാൽ എന്തുകൊണ്ട് വിളിച്ചില്ല, അത് വിളിക്കാമെന്ന് വിചാരിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് മോൾ ഇങ്ങനെ വേറെ ഇത് വല്ലോ പറഞ്ഞിട്ടല്ല അറിയാമോ. അപ്പോഴവരെൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ പിണക്കമായിരുന്നു. അലീനയും എൻ്റെ മോൾ പൂജയായിട്ട് പിണക്കം. ഞാൻ പറഞ്ഞാൽ അതെന്തിന്, അത് ഇവർ പറഞ്ഞത് മോള് ബസ്സിൽ കയറിയ ഭയങ്കര കണ്ടക്ടറായിട്ട് ഡ്രൈവറായിട്ട് ആൾക്കാരോട് ഭയങ്കര സംസാരമാണ്, അതുകൊണ്ട് മോൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പൂജ ബസ്സിൽ കയറിയ ഡ്രൈവറായിട്ട് സംസാരിക്കുന്നതൊക്കെയാണ് ഈ കുട്ടിയുടെ അമ്മയാണ് പറഞ്ഞത്, അലീനയുടെ ഉമ്മയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങളെ മോൾ അതിലല്ലേ പോകണത്, അപ്പം അതുകൊണ്ട് അവൾ അതിൽ പോകണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു അപ്പോൾ ഇതിന് മുന്നേ എന്താണ് അത് ഇങ്ങനെ പൂജന മോളെ ഒരാഴ്ചയ്ക്ക് മുമ്പ് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇവൻ ഈ കസ്റ്റഡിയിലെടുത്ത് വന്ന കാറിൽ ഒരു അജ്മലിൻ്റെ കാറിൽ അജ്മലിൻ്റെ പേരിലുള്ള ഒരു മാരുതി 800 കാറിൽ പാങ്ങോട്ട് മഞ്ഞാനിയർ സ്കൂളിൻ്റെ അവിടെ നിന്ന് മോൾ JRCക്കുണ്ട്. അപ്പോൾ JRCയുടെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഇവൾ നേരത്തെ അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് മഞ്ഞാനിയർ സ്കൂളിൻ്റെ അവിടെ നിന്നാണ് ഈ കാറിൽ കയറി മൈലമൂട് വരെ പോയി. മൈലമൂട് പോയപ്പോഴത്തേക്ക് മോളെ തോളത്തങ്ങടെ കൈവച്ച് അവിടെ വെച്ച് പ്രശ്നമായി. തിരിച്ച് വന്ന് മോൾ ബസ് സ്റ്റാൻഡിൽ അവിടെ ഇറങ്ങി വീട്ടിൽ വന്ന് അതിനുശേഷം മാനസികമായിട്ട് ഇവൾ പ്രശ്നം വരുന്നെന്ന് ഈ അലീനയും കുടുംബം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത്. അജ്മലിനെ എങ്ങനെ അറിയാമെന്നറിയാം മകൾക്ക്? അത് ഞങ്ങൾക്കറിയില്ല. ഈ അലീന എന്ന് പറഞ്ഞ കുട്ടിക്ക് എല്ലാം അറിയാം, അവരുടെ കുടുംബത്തിനും എല്ലാം അറിയാം. അജ്മലിന് എത്ര വയസ്സ്, എന്താ ചെയ്യുന്നത്? അജ്മൽ അവിടെ ഓട്ടോ ഓടിച്ചിരുന്നു, പിന്നെ വേറെ വണ്ടി ഓടിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എവിടെ വളവച്ച പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ്, പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഈ ഓട്ടോ എല്ലാം ഓടിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് 500 മീറ്റർ ദൂരെയാണ് വീട്. ഇത്രയാണ് സംഭവിച്ചത്. ലാസ്റ്റിലാണ് അവർ കണ്ട 27 വയസ്സ് പ്രായം വരും. അപ്പോൾ ഒരു ബിജു എന്ന് പറഞ്ഞ സാറാണ്, CA ആയിരുന്നു സാറ്. നിങ്ങൾ പിന്നെ മരണത്തിന് ശേഷം പരാതി കൊടുത്തു അല്ലേ? ഏത് പോലീസ്? സാധാരണ ഇത് മാറ്റി അല്ലാതെ ഈ ഇത് പ്രകാരം ഒന്നും അങ്ങനെ ഈ വകുപ്പിൽ കേസെടുത്ത്. അല്ല, എവിടെയാണ് പരാതി കൊടുത്തത്? വളവച്ച പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. അന്ന് ഞങ്ങൾ കൊടുക്കുമ്പോൾ CA ഇല്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 10-15 ദിവസമായ 20 ദിവസം കഴിഞ്ഞപ്പോഴാണ് പുതിയ CA വന്നത്. സാറിൻ്റെ പേര് ബിജു എന്നായിരുന്നു. സാറ് അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചത്? സംഭവത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പുതിയ CA വന്നു. സാറ് വന്നതിൻ്റെ അന്നേരം ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ സാറ് പറഞ്ഞ് 2 ദിവസം ചാർജ് എടുത്തിട്ട് അപ്പോൾ സാറ് പറഞ്ഞ് അപ്പോൾ സാറ് മോളെ മേശപ്പുറത്ത് ഇതെല്ലാം വന്നിരുന്നു, മോളെ റൂമിൽ. എന്നിട്ട് സാറ് നോട്ട്ബുക്ക് എടുത്തപ്പോൾ ഞാനും സാധാരണ എല്ലാ ദിവസവും ഇങ്ങനെ പക്ഷേ സെൻറ്റർ പേജ് നോക്കാറില്ല. എൻ്റെ കുത്തിപ്പിടിപ്പ് പേജിൽ അജ്മൽ നീ എന്നെ ചതിച്ചു, ഞാൻ മരിക്കേണ്ടത്, എൻ്റെ മരണത്തിന് ഉത്തരവാദി അജ്മൽ ഖാനാണ്. അത് എഴുതിയിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്നാലും വായിക്കാൻ പറ്റുമായിരുന്നു. വിജു സാറാണ് എടുത്തത്. വിജു സാറ് പറഞ്ഞു ഇതിനെപ്പോൾ അന്ന് പോലീസ് വീട്ടിൽ മൊഴിയെടുക്കാൻ വേണ്ടിയും പരിശോധിക്കാനും വന്നപ്പോഴാണ് ഇത് കണ്ടത്. ബിജു സാർ വന്നപ്പോഴാണ് കണ്ടത്. സാറ് തന്നെയാണ് ഇത് എടുത്തത്, ഈ ബുക്ക്. സാർ എടുത്തപ്പോൾ സാർ എന്നിട്ട് പറഞ്ഞ് 99% പ്രതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വന്നത് ഇപ്പം 100%.
ഇത് അറിയാമോ ഇത് വായിച്ച് അങ്ങനെ കണ്ടാന്ന് നമ്മളില്ല സാറ് കണ്ടില്ല. അപ്പോൾ ശരിക്കും നല്ലോണം വായിക്കും, അജ്മൽ എല്ലാം വായിക്കും. അപ്പോൾ സാറ് പറഞ്ഞു കേസിൻ്റെ ഇതൊക്കെ ഏകദേശമായി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു സാറ് ആകെ മൊത്തത്തിൽ 30 ദിവസമേ ഉള്ളായിരുന്നു സാറ്, 30 ദിവസത്തിനകത്തേ ഉള്ളായിരുന്നു. അതുവരെ വേറെ ഒരു രശ്മി എന്ന് പറഞ്ഞ മേഡമാണ് SI, പിന്നെ സനൽ സാറ്, ഇവരെല്ലാം നല്ല രീതിക്ക് എങ്ങനെ നല്ല രീതിക്ക് തന്നെയാണ് അന്വേഷണം മൊത്തം പോയത്. അത് കഴിഞ്ഞ് CS സാറ് മിജു സാറ് സ്ഥലം മാറുന്ന 2 ദിവസത്തിന് മുന്നേ സാർ നമ്മൾ പോയി കണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് കേസിൽ ഏറെക്കുറെ 90% കേസ് ആയി തീർന്നിരിക്കുകയാണ്. ഇനി ഒരു ഡീപോർട്ടിന് വേണ്ടി ഇവനെ വരുത്താൻ വേണ്ടി ഡീപോർട്ട് പുള്ളിക്കാരൻ അപ്പോൾ നാട്ടിലില്ലായിരുന്നു. ഇല്ല പുറത്താണെന്നാണ് പറഞ്ഞത്. വിസിറ്റിങ്ങിന് പോയി ഡീപോർട്ടിൻ്റെ ഇതിൻ്റെ താമസമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് വരും. ഞാൻ പോയാലും ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ സാർ 2 ദിവസത്തിന് സ്ഥലം മാറി, സാറ് വേറെ എവിടെ സ്റ്റേഷനിലാണ് സ്ഥലം മാറിപ്പോയെന്നാണ്. അത് കഴിഞ്ഞ് ഈ രാജേഷ് എന്ന് പറഞ്ഞൊരു സാറ് വന്നു. ഈ സാറ് വന്ന് അനക്കൊന്നുമില്ല. ഞാനൊരു 10 ദിവസപ്പോൾ ഞാൻ സാറിനെ കണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് മനസ്സിലാവും, ഒരു അച്ഛൻ്റെ വിഷമം മനസ്സിലാവും, ഓക്കെ ഞാൻ 2 മാസത്തിനകത്ത് നോക്കട്ടെ എന്ന് സാറ് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇല്ല 2 മാസത്തിനകത്ത് ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് 2 മാസം കഴിഞ്ഞിട്ടും ഒരു ഇതും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊട്ടാരക്കര DSP സാറിനെ പോയി കണ്ടായിരുന്നു. സാറ് ഇങ്ങനെ ഇവിടെ സ്റ്റേഷനിൽ സേനും കൊണ്ട് വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ടാക്സി ചോദിച്ചാൽ പറഞ്ഞു ഇന്ന വകുപ്പിലാണ് ഇട്ടേക്കണത്, എയർപോർട്ട് എല്ലാം ബാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു, പിന്നീട് FIR ഇട്ടു ഇവൻ്റെ പേരിൽ. അജ്മൽ എന്ന പേരിൽ ഇട്ടിട്ടുണ്ട്. അവൻ്റെ എല്ലാ ഇന്ത്യക്കകത്തുള്ള എല്ലാ എയർപോർട്ടിലും അവ ഇറങ്ങി വന്നാൽ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനുമായിട്ടുള്ള അങ്ങനെ ബന്ധം. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ തിരിച്ച് വന്നിട്ട് ഇങ്ങനെ പലരും ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഇന്ത്യക്കകത്ത് ബാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാരണം അവന് വിസിറ്റിംഗ് വിസയിൽ പോലും നേപ്പാളിൽ ഇറങ്ങി വരാം, ഇന്ത്യക്ക് വരാൻ വിസ വേണ്ട. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ സൈഡ് അതായത് ലൊക്കേഷൻ മാറ്റിയൊക്കെ ഇപ്പോഴും ആക്റ്റീവ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരിതുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, അവൻ്റെ ഒരു വാഹനം തന്നെ അവനൊരു പ്രതിയാണ്. ശരിക്കും എൻ്റെ നാട്ടിൽ അവൻ കൊലപ്രതിയാണ്. അവൻ്റെ വാഹനം ഒരു മാരുതി 800, ആ വണ്ടി ടാർപ്പൊക്കെ ഇട്ട് ഫുൾ നമ്പർ പ്ലേറ്റ് സഹിതം കവർ ചെയ്ത് ഇട്ടിരുന്നു. ഞാൻ നമ്പർ പ്ലേറ്റ് സഹിതം കാണത്തില്ലേ, എവിടെ സ്റ്റേഷൻ്റെ പോലീസിനകത്ത് തന്നെ. അങ്ങനെ ഞാനൊരു ദിവസം നോക്കിയപ്പോൾ ഈ വണ്ടി കാണാനില്ല. അപ്പോൾ ഒരു പോലീസിന് കിടക്കുന്ന വണ്ടി പോലീസ് അതായത് ഇദ്ദേഹത്തിൻ്റെ വാഹനമൊക്കെ കസ്റ്റഡിയിലെടുത്ത് അത് വിജയ് സാർ ഉള്ളപ്പം തന്നെ മറ്റേ ഫോറൻസിക് വന്നാണ് ഐഡൻറ്റിറ്റി ചെയ്തത്. ആ കാറിലാണ് കയറ്റിയെന്നുള്ളത് എല്ലാം ഉറപ്പിച്ചാണ്. അപ്പോൾ ഈ വണ്ടി കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വണ്ടിയിൽ പിന്നെ നിങ്ങളുടെ മകളെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്, ഫോറൻസിക് ഇതായിട്ടുണ്ട്. വണ്ടി പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫോറൻസിക് ഇതിലാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഞാൻ കണ്ടായിരുന്നു. വണ്ടി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കസ്റ്റഡിയിലെടുത്ത് ബിജു സാർ ട്രാൻസ്ഫറായി പോയതിന് ശേഷം രാജേഷ് സാർ വന്നതിന് ശേഷം ഞാൻ ഒരു ദിവസം അവിടെ പോയായിരുന്നു. രാജേഷ് സാർ ചാർജ് എടുത്ത് ഒരു 10-15 ദിവസത്തിന് ശേഷം അവിടെ പോയായിരുന്നു. പോയപ്പോഴത്തേക്ക് വണ്ടി കണ്ടില്ല. വണ്ടി നമ്പർ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, കാണാത്തതുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പിന്നെ ചോദിക്കാൻ നിന്നില്ല. നമ്മളെപ്പോഴും അവരുടെ ദേഷ്യം കൂടെ കാണാൻ പറ്റുകൊണ്ട് ചോദിച്ചില്ല. പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് ഒരു മീഡിയ ഞാൻ പറഞ്ഞ വണ്ടി ഇറക്കിക്കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ ഇവർ വയലൻ്റ്. ഞാൻ രണ്ടാമത് സ്റ്റേഷനിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കോടതി ഞങ്ങൾക്കല്ല ഉത്തരവാദിത്തം, കോടതി വിധിച്ച വണ്ടിയാണിത്. അത് ഞാൻ ചോദിച്ചാൽ സാറ് ടാർപ്പ് ഇട്ടെന്നുള്ളതാണ് കാണാത്തത്. ഒരു സ്റ്റേഷനിൽ കിടക്കുന്ന വണ്ടി എനിക്ക് വന്ന് ടാർപ്പ് പൊക്കി നോക്കാൻ പറ്റില്ല, നമ്പർ പ്ലേറ്റ് കാണാത്തതുകൊണ്ടാണ് സാറേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ സോറി സാർ, എൻ്റെ കുറ്റമല്ല, സാർ നമ്പർ പ്ലേറ്റ് ഒന്നും കാണത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഇല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ടാർപ്പ ഇട്ട് നല്ല വൃത്തി നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് സൂക്ഷിക്കുന്ന അതേപോലെ സൂക്ഷിച്ചിട്ടേക്കണം. അങ്ങനെ അവരുടെ പറഞ്ഞത് കോടതി പറഞ്ഞിട്ടില്ല വണ്ടി നനയ്ക്കും ഇല്ലാതെ കളയണമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു ബ്രേസ, എത്തിയോസ്, ഷിഫ്റ്റ് ഇതെല്ലാം അങ്ങ് വെള്ളവും കയറിയും കിടക്കുക പോലീസ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും ഒരു ഇതുമില്ല. ഈ മാരുതി 800 അത്രയും സേഫ്റ്റി ആയിട്ടാണ് ഇട്ടേക്കണത്. അതിൽ തന്നെ എനിക്ക് മനസ്സിലാക്കില്ല, ഞാൻ ഒരു അച്ഛനല്ല, എനിക്ക് മനസ്സിലാക്കിക്കൂടെ ഇവരെല്ലാം അവരുടെ സൈഡാണെന്നും. അവരുടെ സൈഡാണ്, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 4 മാസത്തിൽ എൻ്റെ മോള് മരിച്ചിട്ട് ഇന്ന് 182 ദിവസമായിരുന്നു. ഇത് വരിക്കായിട്ട് സാറ് 5 ദിവസം 10 ദിവസം. പിന്നെ സാറ് ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു അത് വിവാദമായ കേസൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. വിവാദം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഇതിൽ കൂടുതൽ എന്താ വിവാദമാണെന്ന്. സ്വന്തം മക്കൾ മരിക്കുന്നതിൽ കൂടുതൽ വിവാദം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഒരു കുട്ടി മരിക്കുന്നതിൽ കൂടുതൽ എന്താണ് വിവാദമുള്ളത്. അങ്ങനെ സിയെ പറഞ്ഞു. പിന്നെ ഞാൻ കൂടുതലും ഇതാക്കാൻ നിന്നില്ല. അതിനുശേഷം പിന്നെ DSPനെ പോയി കണ്ടപ്പോഴത്തേക്കും പറഞ്ഞ് കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇന്നലെ ഒരു തിങ്കളാഴ്ചയാണ് പോയി, ഞായറാഴ്ച ഇരുന്ന് മെയിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇന്ത്യക്കകത്തുള്ള എയർപോർട്ടെല്ലാം അവൻ്റെ പേരിൽ ബാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡീപോർട്ടിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു സാറേ ഡീപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, നീ ഗൾഫിൽ നിന്ന് പിടിക്കാനുള്ള
എംബസി വഴിയുള്ള ഒരു ഡീപ്പോർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ദുബൈയിലെന്നാണ് പറഞ്ഞത്. അപ്പോഴതിനുള്ള നടപടിയെല്ലാം ഉണ്ടാവും, പെട്ടെന്ന് തന്നെ പിടിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ഇപ്പം തന്നെ 4 മാസം കഴിഞ്ഞ്. അതിനുശേഷം ഞാൻ പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, കഴിഞ്ഞ 7-ാം തീയതിയാണ് കൊടുത്തത്. അത് കഴിച്ച് ബാലാവകാശ കമ്മീഷന് കൊടുത്ത്, അവരെല്ലാം നല്ല, ബാലാവകാശ കമ്മീഷന് ഞാൻ ഡയറക്റ്റ് പോയതാണ്, എല്ലാം നല്ല ഇല്ലാണ് സാറൊക്കെ സംസാരിച്ചത്. ഇത്രയും ചെയ്തിട്ട് ഇവർ പ്രതിനെ പിടിക്കില്ല. പ്രതിനെ പിടിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പ്രതിനെ പിടിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രതിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒന്നീ പോലീസിന്, അല്ലെങ്കിൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ പണം. ഇതിലേതോ ഒന്നുണ്ടെന്നുള്ളൊരു 100ക്ക് 100 ഇതാണ് ഞാൻ ഉള്ളത് കാര്യമാണ് പറയുന്നത്. ഏത് ലോകത്തും എവിടെയും പോയി പറയും. അതേപോലെ തന്നെ ഞാൻ ഇനി എന്തെന്ന് സംഭവിച്ചാലും എവിടെ പോയാലും ശരിയെന്ന് ഞാനിത് വിടയില്ല. അത് ഉറച്ച കാര്യമാണ്. ഇത്രയാണ് എനിക്ക് പോലീസിൽ പരാതി കൊടുത്തു, പിന്നീട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തോ? റിപ്പോർട്ട് കൊടുത്ത് ഞാൻ രണ്ടാമത് FIR കോപ്പി വെച്ചാൽ പറഞ്ഞു അത് ഒരു FIR ഒരു ഇതിൽ കേസിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കോടതി നിൽക്കണമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ കോടതിയിൽ നിന്ന് ആണ് FIR എടുത്തതാണ്. ഞാൻ എടുത്തിട്ട് ഒരു 15 ദിവസമേ ആവുള്ളൂ. അതിലെന്തൊക്കെയാണ് വ്യക്തം? അതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അജ്മൽ എന്നൊരു ഇതുപോലും ഞാൻ കുറേ വായിച്ച് കണ്ടില്ല. പിന്നെ അവൻ്റെ ഈ പ്രതിയുടെ വാഹനം 5062 അങ്ങനെ കേട്ടോ, എൻ്റെ ഫോട്ടോയും എല്ലാം ഉണ്ട്. ആ വാഹനം കോടതിയുടെ അണ്ടറിലാണെന്ന് പറഞ്ഞ് സ്റ്റേഷൻ ഇട്ടേക്കണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ ഇതൊന്നും ഇതിനകത്തില്ല. എല്ലാം വായിച്ച് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായി, ഞാൻ കണ്ടതുമില്ല. ഇങ്ങനെയാണ് സംഭവം. ഇവർ ചെയ്യത്തില്ല. ഇനിയിപ്പോൾ ഇതും കൂടെ ഞാൻ നോക്കില്ലെന്നുണ്ടെങ്കിൽ ഏതറ്റം വരെ പോയാലും ഞാൻ പോകും. ഇത് പോലീസിൻ്റെ ഇതാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും 4.5 മാസമായിട്ട് ഇത്രയും ആയിട്ട് ഈ രാജേഷ് സാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. സാറ് അങ്ങനെ ചെയ്യുന്നു. ഈ മകള് ചാറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൻ്റെ പേര് ഈ അജ്മൽ തന്നെയാണ്. അജ്മലിലുണ്ട് ഒരു സക്കീറിൻ്റെ നിന്നായിരിക്കണം ഇത് എല്ലാം എടുത്തത്. സൈബർ സെൽ വഴിയാണ് എടുത്തത്. എന്നിട്ട് അതിൻ്റെ കുറേ ഇതൊക്കെ എൻ്റെ മൊബൈലിനകത്തും ഉണ്ട്. ഞങ്ങളല്ലാതെ മൊബൈലിൽ നിന്ന് എടുത്ത് അമ്മയുടെ മൊബൈലിൽ നിന്ന് എടുത്തതാണ്. ഇവർ 2 മൊബൈൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സക്കീർ അറിയില്ല. അവരറിയുന്നത് സക്കീറുമായിട്ട് വേറെ ഇതൊന്നുമില്ല. ഗുഡ് മോർണിംഗ് അങ്ങനെ ഡ്രൈവറോ അങ്ങനെ എങ്ങനെയാണ്, വേറെ ഇതൊന്നുമില്ല. പിന്നെ എടുത്തുന്നുള്ളതേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. പ്രതി ഒറ്റ ഒരാളേ ഉള്ളൂ എന്നാണ് അവരുടെ നിലപാട്. പ്രതി ഒറ്റ ആളായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അവർക്ക് കേസുകളപ്പോൾ നിലവിൽ പോലീസ് ഉള്ളത് 305 പോസ്കോ കേസ് ചുമത്തിയിട്ടുണ്ട്. 365 വകുപ്പാണെന്ന് തോന്നുന്നു IPC കേസ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ FIR കോപ്പി ഞാൻ കോടതിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് പോകുന്നത് കേസ് ഈ ചിതറ പോലീസ് ഒരിക്കലും. രണ്ടാമത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോഴത്തേക്ക് മുഖ്യമന്ത്രിയുടെ പിന്നും അന്വേഷണം നടന്നിട്ട് ചിതറ പോലീസിന് വന്നിട്ടുള്ളതായിട്ട് എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിലെനിക്കൊരു വിശ്വാസമില്ല. ചിതറ പോലീസ് പിടിക്കുമെന്ന് എനിക്ക് ഒരു പ്രതി. അതായത് നിലവിൽ ചിതറ പോലീസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിൽ പോകും, നീതി ലഭിക്കുന്ന അച്ഛന് പ്രതീക്ഷയില്ല. എനിക്കൊരു പ്രതീക്ഷയില്ല. ചിതറ പോലീസിൽ നിന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. ആദ്യം എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ 4 മാസമായിട്ട് ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോയത്. ഇനി ഞാൻ എവിടം വരെ പോകാൻ നോക്കും അവിടെ എല്ലാം ഞാൻ പോവുകയും ചെയ്യും. എനിക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. നീതിയല്ല, എൻ്റെ മകളുടെ ആളിനെ പിടിച്ചേ പറ്റുള്ളൂ. ഇവർ പിടിക്കുന്നില്ല. പോലീസ് പിടിക്കാൻ തയ്യാറല്ല. അതെന്താണെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. പോലീസ് പിടിക്കുന്നില്ല. പോലീസ് പറയുമ്പോഴത്തേക്ക് പോലീസില്ല, എലി എത്തണക്കൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട്. ഈ മകളുടെ മരണശേഷം ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴാണ് ഈ കാണാതാകുന്നത്? ഈ പിന്നെ കേരളത്തിൽ നിന്ന് എപ്പോഴാണ് പോകുന്നത്? ഇവർ പറയുന്നത് മരിച്ചതിന് ശേഷം പിറ്റെന്നോ അത് 2 ദിവസത്തിന് മുന്നേ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ മരിക്കുന്നതിൻ്റെ ഒരു തലയ്ക്ക് 2 ദിവസത്തിന് മുന്നേയൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിനടുത്തുള്ള എൻ്റെ പെൺകുട്ടിയായിട്ട് കല്യാണം ഉറപ്പിച്ചെന്നും ഒക്കെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ കുറേ അല്ല, മിക്കുള്ളതും നമ്മളെ കൈവശം ഉണ്ടല്ലാതെ ഈ പോലീസിന് കൊടുക്കുമ്പോൾ ആദ്യം പിന്നെയാണ് ഇവർ പോലീസ് മൊബൈലൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടായി പിന്നെ ഇന്നിപ്പോൾ ഈ കേസ് നിലവിലുള്ളത് തന്നെ അന്ന് നല്ലൊരു സാറുള്ളതിനെ പോലെയാണ് നിലവിൽ തന്നെ ഉള്ളത്. ഈ മരിക്കുന്നതിന് മുൻപ് ഈ മകൾ എന്തെങ്കിലും അസ്വാഭാവികമായി എന്തെങ്കിലും പ്രകടിപ്പിച്ചിരുന്നോ? സ്വാഭാവികമായിട്ട് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. വീട്ടിൽ നിന്ന് അങ്ങനെ സാധാരണ നോർമലി എങ്ങനെയാണ് അതേപോലെയാണ്. പക്ഷേ ഈ അലീന പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളിൽ മോൾ 10 ദിവസമായിട്ട് സ്കൂളിൽ ചെന്ന കരച്ചിലും മാനസികമായിട്ട് വിഷമമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ദിവസം അലീനൊരു ഉമ്മ അടുത്ത് പറഞ്ഞെന്ന് അത് അപ്പോൾ അതിന് മുന്നേ ഇവർക്ക് അറിഞ്ഞിരിക്കണം. ഇവർ പറഞ്ഞ് അത് എൻ്റെ അച്ഛനെ ഒന്നും എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ എൻ്റെ മോള് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലീൻ്റെ ഉമ്മ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവർ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവരങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്ക് അലീനൊരു ഉമ്മ അവിടെ ഒക്കെ വേറെയൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. അച്ഛനാണ് ആദ്യം മോള് കയറി കഴുത്തിൽ ഷോൾ ഇട്ടപ്പോൾ വെട്ടിയേർത്ത് ഇട്ടേന്നൊക്കെ അലീനൊരു ഉമ്മ 1-2 പേർക്കൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഇവരുടെ അടുത്ത് പ്രതികരിക്കാൻ എനിക്ക് പ്രതികരിച്ചാൽ പിന്നെ അത് എന്താകുമെന്ന് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തത്.
അങ്ങനെയല്ല ഇവർ പറയുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിലെന്ന് പറഞ്ഞാൽ 100ക്ക് 100 അലീനയുടെ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ പയ്യനുമായിട്ട്. അത് 100% എൻ്റെ ഉറച്ച ഇതാണ്. അവർക്കെല്ലാം അറിയാം. അവർക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അലീൻ്റെ ഉമ്മ ഞാൻ ചോദിച്ചു, നിങ്ങളെ മോൾ എന്തുകൊണ്ട് ഈ ബസ്സിൽ പോകണില്ല? അപ്പം മോളിപ്പോൾ വേറെ ബസ്സിലാണ് പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിന് ശേഷം ഞാൻ ഒരാഴ്ച ഡെയിലി ഞാൻ ഒരു 100 മീറ്റർ പോയാൽ മതി ഈ അലീന കയറുന്ന ബസ് സ്റ്റോപ്പിൽ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ എല്ലാം ഈ കൊച്ചു പോണത് ഈ പട്ടുമാൽ ബസ്സിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അവരെന്തുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അലീനയുടെ ഉമ്മയുടെ അടുത്ത് മോൾ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. സ്കൂളിൽ അധ്യാപക ഉണ്ട്, കൗൺസിലിംഗ് ടീച്ചർ. അപ്പോൾ കൗൺസിലിംഗ് ടീച്ചർ ഈ അടുത്ത് 2 കൂട്ടുകാരികളെയാണ് വിളിച്ചത്. ഒന്ന് അലീനേനെ, ഒന്ന് വേറൊരു കുട്ടീനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അലീന എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ ടീച്ചറുടെ അടുത്ത് പറഞ്ഞ് അത് ഇങ്ങനെ ഒരു കൗൺസിൽ ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചറെ ഞാൻ പൂജേനെ ഒരാഴ്ചയ്ക്ക് മുമ്പ് കൗൺസിലിംഗ് നടത്തിയേനെന്ന് പറഞ്ഞെന്ന് അത് പറഞ്ഞതായിട്ട് അലീൻ്റെ ഉമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കൗൺസിലിംഗ് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചറെ ഞാൻ കൊണ്ട് പൂജനെ കൗൺസിലിംഗ് നടത്തിയേനെ. അപ്പോൾ ഇവർക്കെല്ലാം അറിയാമല്ലോ. ഇവർക്കൊന്നും അറിഞ്ഞുവിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ കുടുംബത്തിനും അറിയാതെ പറയില്ലല്ലോ ഒരിക്കലും. ആ കുട്ടിയുടെ ഉമ്മ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല, ഉമ്മ തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരിക്കലും ഇവരെ ഞാൻ അങ്ങനെ പറയില്ല. ഇവർ ഇത്രയും ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് ഉപദ്രവമാണ് എൻ്റെ മോളെടുത്ത് ചെയ്തത്. എൻ്റെ മോളുമായിട്ട് എൻ്റെ ഈ സ്കൂളിലൊക്കെ ഞാൻ പോയി തിരക്കി. ഞാൻ സ്കൂളിൽ നിന്ന് മോളെ കൂടെ പഠിക്കുന്ന പല കുട്ടികളുടെ ഞാൻ ചോദിച്ചു, മോളെ ഇങ്ങനെ പൂജ എങ്ങനെയാണ് മോളെ സ്കൂളിൽ വന്ന എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഒന്ന് കൊച്ചുങ്ങളടുത്ത് ആ കൊച്ചുങ്ങളെ പേര് പറയുന്നത് ശരിയല്ലേ. അപ്പോൾ പറഞ്ഞ മാമ അങ്ങനെയൊന്നുമല്ല, ചോദിച്ച കുട്ടികളെല്ലാം പറഞ്ഞപ്പോൾ പൂജ സംസാരിക്കണമെങ്കിൽ അലീന സംസാരിക്കണം. അലീന സംസാരിച്ചാൽ പൂജ സംസാരിക്കും, അല്ലാതെ പൂജ ചാടി കയറി ഒന്നും സംസാരിക്കില്ല. അലീന എന്ത് സംസാരിച്ചാലും അതിന് കൂടെ നിന്ന് പൂജ സംസാരിക്കും. അങ്ങനെയുള്ള അല്ല പൂജ വേറെ ഒരു പ്രശ്നവുമില്ലെന്ന് എല്ലാ കുട്ടികളും പറഞ്ഞു. അധ്യാപകർ പറയുന്നു, ട്യൂട്ടോറിയൽ അധ്യാപകർ പറയുന്നു. പിന്നെ ഞങ്ങൾ ആരുടെ തന്നെ ചോദിക്കേണ്ട, അമ്മക്കും അറിഞ്ഞൂടാ ഇവർക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടെന്നോ. മൊബൈൽ മൊബൈൽ വിളിക്കാറില്ല. ഇതേപോലെ അമ്മയുടെ അടുത്തിരുന്നാണ് കൂടുതലും മൊബൈൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വാട്സപ്പിലൊക്കെ നോട്ടൊക്കെ അങ്ങോട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞത് ഈ ഫസ്റ്റ് ഇത് എടുക്കുന്നതും അലീനതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ അലീൻ്റെ വീട്ടിൽ ചോദിച്ചു, ഞാൻ ചോദിച്ചാൽ മോക്ക് അലീനക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അത് എൻ്റെ പേരിലുള്ളതാണ് എന്നൊക്കെ അവർ പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞൊക്കെ അവർ ഒഴിഞ്ഞു. ഇപ്പം പിന്നെ അവരുടെ കണ്ടാൽ പോലും എനിക്ക് എന്നുവെച്ചാൽ എങ്ങനെയാണ് കണ്ടാൽ പോലും എനിക്ക് അവിടുത്തെ വെറുപ്പാണ്. ഇത്രയും അടുത്തിരുന്നിട്ട് എൻ്റെ മോളടുത്ത് ഇവരിങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് അറപ്പ് തന്നെയാണ്. അറപ്പെന്നല്ല എനിക്ക് പറയാൻ പറ്റില്ലത്. എനിക്ക് അത്രയും അവരുടെ അടുത്ത് ഇതുണ്ട്. എന്തായാലും ഈ 9ാം ക്ലാസ്സുകാരുടെ മരണത്തിന് ഉത്തരവാദി അജ്മൽ എന്ന് പറയുന്ന 26-27 വയസ്സുള്ള പ്രായമുള്ള ഒരാളാണ് എന്നാണ് അച്ഛൻ ആരോപിക്കുന്നത്. അതുകൂടാതെ ഇയാളുടെ പേരിൽ പോലീസ് FIR-ഉം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോക്സോ കേസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ ഇപ്പോൾ വിദേശത്താണ് എന്നും പോലീസ് ഇദ്ദേഹത്തെ പിടികൂടാനോ അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങാനോ തയ്യാറാകുന്നില്ല എന്നാണ് പിതാവ് ആരോപിക്കുന്നത്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.